പച്ചക്കറി വിപണിയിൽ വൻ കൊള്ള. ജില്ലയിലെത്തുമ്പോൾ പച്ചക്കറിക്ക് 10 ഇരട്ടി വരെ വില. ടിസിവി ഇൻവെസ്റ്റിഗേഷൻ. അനാവശ്യ വിവാദങ്ങളാണ് കേരളത്തിന്റെ വികസനത്തിന് തടസ്സമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. അഭ്യസ്തവിദ്യരായ യുവാക്കളെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞോ എന്ന് നാം പരിശോധിക്കണമെന്നും മന്ത്രി. ആയുർവേദ മേഖലയെ കൈയടക്കാൻ സ്വകാര്യ മേഖല ശ്രമിക്കുകയാണെന്ന് മന്ത്രി CN ബാലകൃഷ്ണൻ. കച്ചവട മനോഭാവത്തോടെ പലരും ഇന്ന് ആയുർവേദ രംഗത്തേക്ക് കടന്നുവരുന്നുണ്ട് എന്നും മന്ത്രി. ഫെബ്രുവരി 15 മുതൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരം ആരംഭിക്കും. ഭക്ഷ്യവകുപ്പ് മന്ത്രി റേഷൻ വ്യാപാരികൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. വാർത്തകൾ വിശദമായി. പച്ചക്കറി വിപണിയിൽ വൻ കൊള്ള. ജില്ലയിലെത്തുമ്പോൾ പച്ചക്കറിക്ക് 10 ഇരട്ടി വരെ വില വർദ്ധിക്കുന്നു. ടിസിവി ഇൻവെസ്റ്റിഗേഷൻ. തൃശൂർ ജില്ലയുടെ തൊട്ടടുത്ത ജില്ലയായ പാലക്കാടുള്ളതിനേക്കാൾ വൻ വിലയാണ് തൃശൂർ ജില്ലയിൽ പച്ചക്കറിക്ക് വില. 1 കിലോ മുരിങ്ങയ്ക്ക് 200 രൂപ വരെ വില. ഈ സാഹചര്യത്തിലാണ് TCV സംഘം പച്ചക്കറിയുടെ വില നിലവാരം തേടിയിറങ്ങിയത്. പാലക്കാട് ജില്ലയിലെ കൊടുവായൂരിലേക്കാണ് ഞങ്ങളുടെ യാത്ര. തൃശൂർ നഗരത്തിൽ നിന്ന് 65 കിലോമീറ്ററാണ് കൊടുവായൂരിലേക്കുള്ള ദൂരം. കൊടുവായൂരിലെ ഒരു പച്ചക്കറി മൊത്തവ്യാപാര കേന്ദ്രത്തിൽ ഞങ്ങളെത്തി. കൊടുവായൂരിലെ മൊത്തവ്യാപാര കേന്ദ്രത്തിലെ ഇപ്പോഴത്തെ പച്ചക്കറി വില നമുക്ക് ഇങ്ങനെ വായിക്കാം. കാബേജ് കിലോ 5.50, പടവലം കിലോ 9 രൂപ, സബോള കിലോ 14, ക്യാരറ്റ് കിലോ 16, തക്കാളി കിലോ 6 രൂപ, കൈപ്പയ്ക്ക കിലോ 15, കുമ്പളങ്ങ കിലോ 5.50, മത്തൻ കിലോ 5.50, അമര കിലോ 13, വെള്ളരി കിലോ 12. ഇതാണ് കൊടുവായൂർ മൊത്തവ്യാപാര കേന്ദ്രത്തിലെ ഇപ്പോഴത്തെ പച്ചക്കറി വില നിലവാരം. വില കേട്ട് ആരും ഞെട്ടണ്ട, യാഥാർത്ഥ്യം ഇതാണ്. മൊത്തക്കച്ചവടക്കാരനായ കടയുടമ തന്റെ ലാഭമെടുത്തതിന് ശേഷമുള്ള വിലയാണിത്. കൂടുതൽ പച്ചക്കറി വാങ്ങുന്നവർക്ക് ഇതിനേക്കാൾ വില കുറച്ച് നൽകുമെന്ന് വ്യാപാരി ഞങ്ങളോട് പറഞ്ഞു. അതുപോലെ എല്ലാ ഇനങ്ങളും ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ 1 രൂപ 2 രൂപ വ്യത്യാസം വരും. കൊടുവായൂരിൽ കിലോവിന് 16 രൂപയുള്ള കാരറ്റിന് തൃശൂർ ശക്തൻ മാർക്കറ്റിൽ 40 രൂപ, കിലോവിന് 5.50 രൂപ വിലയുള്ള തക്കാളിക്ക് 15, 5 രൂപ വിലയുള്ള കാബേജ് 15, 16 രൂപ വിലയുള്ള നേന്ത്രക്കായയ്ക്ക് 40. ഇങ്ങനെ പോകുന്നു വില വ്യത്യാസം. ശക്തൻ മാർക്കറ്റിൽ നിന്ന് ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലേക്കുള്ള കടകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ പച്ചക്കറി വില ഇനിയും ഉയരും. കൊടുവായൂരിൽ പച്ചക്കറി എത്തുന്നത് മൈസൂർ, മധുര, ഒട്ടച്ചത്രം, സേലം എന്നിവിടങ്ങളിൽ നിന്നാണ്. തൃശൂരിൽ കിലോവിന് 150ഉം 200 രൂപ വില പറയുന്ന മുരിങ്ങ കിലോവിന് 70 രൂപയായി ഇവിടെ കിട്ടും. കൊടുവായൂരിൽ നിന്നും തൃശൂരിലേക്കുള്ള ദൂരം 65 കിലോമീറ്ററാണ്. ഇവിടെ നിന്നും തുച്ഛമായ വിലയ്ക്ക് ലഭിക്കുന്ന പച്ചക്കറികൾ തൃശൂരിലെത്തുമ്പോൾ 4 ഇരട്ടിയായും 8 ഇരട്ടിയായും 10 ഇരട്ടിയായും വില വർദ്ധിക്കുന്നു. ഇടനിലക്കാരുടെ പച്ചയായ കൊള്ളയടിയാണ് ഇവിടെ നടക്കുന്നത്. ഒപ്പം തന്നെ ജനങ്ങൾക്ക് ന്യായമായ വിലയിൽ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനുള്ള സർക്കാർ സംവിധാനങ്ങളുടെ പരാജയവും. കൊടുവായൂരിലെ മാർക്കറ്റിൽ നിന്നും TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. അനാവശ്യ വിവാദങ്ങളാണ് കേരളത്തിന്റെ വികസനത്തിന് തടസ്സമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. തൃശൂർ തെക്കിൻകാട് മൈതാനിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആസൂത്രണ മികവിലൂടെ നമ്മുടെ രാജ്യത്തിന് വിവിധ മേഖലകളിൽ മുന്നേറാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഭക്ഷ്യധാന്യങ്ങൾ കയറ്റുമതി ചെയ്യുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ജനാധിപത്യ മൂല്യങ്ങളിൽ അടിയുറപ്പുള്ള നമ്മുടെ യാത്ര ലോകത്തിന് തന്നെ മാതൃകയാണ്. ഭക്ഷ്യസുരക്ഷാ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സാധിച്ചത് നമ്മുടെ നേട്ടമാണെന്നും മന്ത്രി പറഞ്ഞു. കാലഘട്ടത്തിന് അനുയോജ്യമായ നിയമനിർമ്മാണം കൊണ്ടുവരാൻ കഴിഞ്ഞുവെന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടനവധി മുന്നേറ്റങ്ങൾ കേരളം നടത്തുമ്പോൾ പഠിച്ചിറങ്ങുന്ന യുവാക്കളെ പരമാവധി വിനിയോഗിക്കാൻ കഴിഞ്ഞോ എന്ന് നാം പരിശോധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് മന്ത്രി ദേശീയ പതാക ഉയർത്തി. കളക്ടർ MS ജയ, മേയർ രാജൻ ജെ പല്ലൻ, MLA-മാരായ തേർമിൽ രാമകൃഷ്ണൻ, MP വിൻസെന്റ്, സിറ്റി പോലീസ് കമ്മീഷണർ P പ്രകാശ്, IG S ഗോപിനാഥ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പോലീസ്, NCC, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ്, SPC കേഡറ്റുകൾ തുടങ്ങിയവർ പരേഡിൽ അണിനിരന്നു. അല്പസമയത്തിനകം തന്നെ എത്തി നിൽക്കുന്നു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളും അരാജകത്വത്തിലേക്ക്, അഴിമതിയിലേക്ക്, ഏകാധിപത്യത്തിലേക്ക്, പട്ടാള അട്ടിമറികളിലേക്കൊക്കെ നീങ്ങിയപ്പോൾ
നമ്മുടെ രാജ്യം ഇന്നും ആ ജനാധിപത്യ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്ന് മുമ്പോട്ട് പോകുന്ന 6 ദശാബ്ദങ്ങൾ പിന്നിടുമ്പോഴും ഇവിടുത്തെ ഒരു പൗരന് അവന് സ്വാതന്ത്ര്യമുണ്ട്, അവന് മതസ്വാതന്ത്ര്യമുണ്ട്, അവന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ അത്തരത്തിലുള്ള ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ആ അർത്ഥത്തിലൂടെയുള്ള യാത്ര ലോകത്തിന് തന്നെ മാതൃകയായി നിൽക്കുകയാണ്. ആയുർവേദ മേഖലയെ കൈയടക്കാൻ സ്വകാര്യ മേഖല ശ്രമിക്കുകയാണെന്ന് സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ പറഞ്ഞു. തൃശൂർ രാമോർമ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പുതിയതായി ആരംഭിക്കുന്ന സമന്വയ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കച്ചവട മനോഭാവത്തോടെ പലരും ഇന്ന് ആയുർവേദ രംഗത്തേക്ക് കടന്നുവരുന്നുണ്ട്. ആളുകളെ വശീകരിച്ച് പണം തട്ടുന്ന ഏർപ്പാട് ആയുർവേദ രംഗത്ത് പതിവായിരിക്കുകയാണ്. പാവങ്ങളെ സഹായിക്കുന്ന മേഖലയായി ആയുർവേദ മേഖല മാറണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തേറമ്പിൽ രാമകൃഷ്ണൻ MLA അധ്യക്ഷനായിരുന്നു. മേയർ രാജൻ ജെ പല്ലൻ വിശിഷ്ടാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ, വൈസ് പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PK രാജൻ, RP ബഷീർ, പ്രതിപക്ഷ നേതാവ് PK ഡേവിസ്, ഭാരതീയ ചികിത്സാ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ VN ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു. ഭക്ഷ്യവകുപ്പ് മന്ത്രി റേഷൻ വ്യാപാരികൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഫെബ്രുവരി 15 മുതൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് കേരള സ്റ്റേറ്റ് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. റീറ്റെയിൽ റേഷൻ വ്യാപാരികൾക്ക് മതിയായ വേതനം ലഭ്യമാക്കുക, APL റേഷൻ ഗോതമ്പ് നിർത്തലാക്കിയത് പുനഃസ്ഥാപിക്കുക, റേഷൻ സാധനങ്ങളുടെ ഡോർ ഡെലിവറി ആരംഭിക്കുക, കമ്മീഷൻ കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഫെബ്രുവരി 1 മുതൽ കേരളത്തിലെ മുഴുവൻ റേഷൻ വ്യാപാരികളും സ്റ്റോക്ക് എടുക്കുന്നത് നിർത്തിവെക്കും. ഫെബ്രുവരി 6-ന് ജില്ലാ കേന്ദ്രങ്ങളിൽ റേഷൻ വ്യാപാരികൾ ധർണ നടത്തുമെന്നും കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ജോഡി നെല്ലൂർ പറഞ്ഞു. നിരന്തരമായി ഞങ്ങൾ ആവശ്യപ്പെടുന്ന മിനിമം വേതനം നൽകുക എന്നുള്ള ആവശ്യം, അതിൽ നിന്ന് ഞങ്ങൾക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല. ജീവിക്കാൻ വേണ്ടിയുള്ള ഒരാവശ്യമാണിത്. സമൂഹത്തിലെ മറ്റെല്ലാ വിഭാഗത്തെ പോലെ തന്നെ റേഷൻ വ്യാപാരികളും മനുഷ്യരാണ് എന്നുള്ള ഒരു ബോധ്യം അധികാരികൾക്കുണ്ടാകണം. അതുകൊണ്ട് വേതനം നൽകുക എന്നുള്ള ഡിമാൻഡ് ആണ് പ്രധാനമായും ഞങ്ങൾ ഈ സമരത്തിന് ആധാരമായി മുന്നോട്ട് വയ്ക്കുന്നത്. ഫെബ്രുവരി മാസം 15-ാം തീയതി മുതൽ അനിശ്ചിതകാല കടയടപ്പ് സമരം ആരംഭിക്കും. സിവിൽ സപ്ലൈസ് ഡയറക്ടർ റേഷൻ വ്യാപാരികളെ ശത്രുക്കളെ പോലെയാണ് കാണുന്നത്. കേന്ദ്രമന്ത്രി KV തോമസും റേഷൻ വ്യാപാരികളോട് സഹാനുഭൂതി കാണിക്കാൻ തയ്യാറായില്ല. ഭീമമായ നഷ്ടവും ഉദ്യോഗസ്ഥ പീഡനവും സഹിച്ച് മുന്നോട്ടു പോകാനാകില്ല എന്നും മിനിമം വേതനം ലഭ്യമാകുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും ജോണി നെല്ലൂർ കൂട്ടിച്ചേർത്തു. T മൊയ്തുട്ടി, T മുഹമ്മദ് അലി, PD പോൾ, സെബാസ്റ്റ്യൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുറുക്കാൻ കടയുടെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ അന്യസംസ്ഥാന യുവാക്കളായ 5 പേരെ മണ്ണുത്തി പോലീസ് പിടികൂടി. ഉത്തർപ്രദേശ് സ്വദേശികളായ സൂരജ്, ബാബുറാം, അഭിമന്യു, ഇതിന്ദർ, ഉമേഷ് എന്നിവരെയാണ് SI ബെന്നി ജേക്കബും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇവരിൽ 3 പേരെ മണ്ണുത്തി ഭാഗത്തുനിന്നും മറ്റു 2 പേരെ നെല്ലിക്കുന്ന്, നടത്തറ ഭാഗങ്ങളിൽ നിന്നുമാണ് പിടികൂടിയത്. വിന്നർ എന്ന പേരിലുള്ള 100-ലധികം പുകയില ഉൽപ്പന്നങ്ങൾ സംഘത്തിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. 5 രൂപയുടെ പാക്കറ്റുകൾ 20 രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തിയിരുന്നത്. 250, 500 ഗ്രാമിന്റെ പാക്കറ്റുകളിലാക്കിയ പുകയില ഉൽപ്പന്നവും ഇവരിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. സീനിയർ CPO പീറ്റർ, CPO സുനിൽ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇടവേള. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ മുൻതൂക്കം നൽകേണ്ടത് അതിന്റെ പരിശുദ്ധിക്കാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ജോസ്കോ സ്വർണ്ണാഭരണങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഇറക്കുമതി ചെയ്ത 24 ക്യാരറ്റ് തങ്കം ഉപയോഗിച്ച് സ്വന്തം പണിശാലയിലാണ് വിസ്മയ സൗന്ദര്യം തുളുമ്പുന്ന ആഭരണങ്ങൾ നിർമ്മിക്കുന്നത്. ഫയർ റിസൈൻ ടെസ്റ്റിന് ശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഹോൾമാർക്ക് മുദ്രണത്തിനായി സജ്ജമാക്കുന്നു. നിങ്ങളുടെ കൈകളിൽ എത്തും മുമ്പ് ഓരോ ഹോൾമാർക്ക് സ്വർണ്ണാഭരണത്തിന്റെയും കൃത്യമായ പരിശുദ്ധി ജോസ്കോയുടെ സാങ്കേതിക പരിശോധനയിൽ വീണ്ടും ഉറപ്പാക്കുന്നു. ഇഷ്ടപ്പെട്ട ഡിസൈനുകളിൽ ഇഷ്ടം പോലെ സെലക്ഷൻസ്. ജോസ്കോ ജുവലേഴ്സ്, ഹൃദയത്തിലേറ്റിയ യഥാർത്ഥ പരിശുദ്ധി. 5 നിലകളിലായി തൃശൂരിലെ ഏറ്റവും വലിയ ഇന്റീരിയർ ഷോറൂം നന്ദനം ഇന്റീരിയർ. ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ സാനിറ്ററി കളക്ഷൻസ്, ടാപ്പ് ഫിറ്റിംഗ്സ്, ക്രോക്കറി, മിറർ, ഇന്റീരിയർ ഐറ്റംസ്, കൂടാതെ ഹിന്ദ്വെയർ, പ്യാരിവെയർ മോഡലുകൾക്കായി 2 എക്സ്ക്ലൂസീവ് ഫ്ലോറുകൾ. നന്ദനം ഇന്റീരിയർ, ഗുരുവായൂർ റോഡ്, പൂങ്കുന്നം, തൃശൂർ.
ജുവലേഴ്സ്. മനം മയക്കും 10,000-കണക്കിന് വളകൾ ആരും വാരി അണിയാൻ മോഹിക്കും. വാർത്തകളിലേക്ക്. ശക്തമായ കാറ്റിൽ തൃശൂർ കൊക്കാലയിലെ ട്രാഫിക് ഐലൻഡ് റോഡിലേക്ക് മറിഞ്ഞു വീണു. ഇതേ തുടർന്ന് ഏറെ നേരം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ട്രാഫിക് പോലീസ് എത്തി ട്രാഫിക് ഐലൻഡ് ഉയർത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വാഹനയാത്രക്കാർക്ക് ഭീഷണി സൃഷ്ടിച്ച് തുരുമ്പ് പിടിച്ച നിരവധി ട്രാഫിക് ഐലൻഡുകളാണ് നഗരത്തിലുള്ളത്. ഇവ നീക്കം ചെയ്ത് പുതിയത് സ്ഥാപിക്കണമെന്ന് വാഹനയാത്രക്കാർ ആവശ്യപ്പെട്ടു. തൃശൂർ കോർപ്പറേഷൻ ഒല്ലൂർ ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വിവിധ പാർട്ടികളുടെ പ്രചാരണ പരിപാടികൾക്ക് സമാപനമായി. ഡിവിഷന്റെ വിവിധ കേന്ദ്രങ്ങളിലായി LDF, UDF, BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന റാലിയോടെയാണ് പ്രചാരണത്തിന് സമാപനമായത്. ചൊവ്വാഴ്ചയാണ് ഉപതിരഞ്ഞെടുപ്പ്. ഒല്ലൂർ ഡിവിഷൻ കൌൺസിലറായിരുന്ന ജോൺ കാഞ്ഞിരത്തിങ്കൽ രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത്. UDF വിട്ട് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ജോൺ കാഞ്ഞിരത്തിങ്കൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇനി കാഴ്ചവട്ടം. സംസ്ഥാന സ്കൂൾ കലോത്സവം കൊടിയിറങ്ങുന്നതിന് മുമ്പാണ് സംസ്ഥാന ബജറ്റ് വന്നത്. കലോത്സവത്തിലും ബജറ്റിലും ഒരുപോലെ നിറഞ്ഞു നിന്നത് കയ്പും മധുരവും. ഏതാനും പിന്നാമ്പുറ നേർക്കാഴ്ചകളിലേക്ക്. കഴിഞ്ഞ ഒരാഴ്ച സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആരവങ്ങളായിരുന്നു. കൗമാര പ്രതിഭകൾ വിസ്മയ പ്രകടനം നടത്തിയ കലാമേള. എത്ര ആത്മാർത്ഥമായാണ്, എത്ര നിഷ്കളങ്കമായാണ് ഓരോ മത്സരാർത്ഥിയും വേദിയിൽ നിറഞ്ഞു നിന്നത്. എത്രയോ പേരാണ് കലോത്സവം വിജയിപ്പിക്കാൻ അരയും തലയും മുറുക്കി കഠിന പ്രയത്നം നടത്തിയത്. പക്ഷേ കലാമേളകളുടെ നടത്തിപ്പിന് പിന്നിൽ ഇപ്രാവശ്യവും ഒട്ടേറെ ആരോപണങ്ങൾ ഉയർന്നു. യോഗ്യതയില്ലാത്ത വിധികർത്താക്കൾ, പണം കൊടുത്ത് സമ്മാനമുറപ്പിക്കാൻ ഓടി നടക്കുന്ന സമ്മാന മാഫിയ, വാതുവയ്പ് സംഘങ്ങൾ, വിധിനിർണയം അട്ടിമറിക്കുന്ന അധ്യാപകർ, വിധിനിർണയത്തിൽ ഇടപെടലിന് സാധ്യതയുണ്ടെന്ന വിജിലൻസ് റിപ്പോർട്ട്, ജില്ലാതല മേളകളിൽ ക്രമക്കേടുകളുണ്ടെന്ന ആരോപണങ്ങൾ ശരിവെക്കും വിധം അപ്പീലുകളുമായി എത്തിയവർക്ക് സമ്മാനങ്ങൾ, എന്തെല്ലാം നാടകങ്ങൾ. മിക്ക ജില്ലാതല മത്സരങ്ങളിലും വിധികർത്താക്കളെക്കുറിച്ച് ആരോപണമുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ 2000-ലേറെ മത്സരാർത്ഥികൾ അപ്പീലുകളുമായി എത്തിയത്. പോരായ്മകൾക്ക് ഒരു അപ്പീലുമില്ല എന്ന് സാരം. മുൻപ് ആരോപണങ്ങൾ നിറഞ്ഞപ്പോഴാണ് കലാപ്രതിഭയും കലാതിലകവും നിർത്തലാക്കിയത്. മര്യാദയ്ക്ക് കലാമേള നടത്താനാകില്ലെങ്കിൽ സംസ്ഥാനതല കലോത്സവം നിർത്തലാക്കി ജില്ലാതല മത്സരം മാത്രമാക്കി ഒതുക്കുന്നതല്ലേ ഏറ്റവും നല്ല പോംവഴിയെന്ന് ബഹുമാനപ്പെട്ട പക്വതയുള്ള മന്ത്രി അബ്ദുറബ്ബ് ഒന്ന് ചിന്തിക്കുന്നത് നന്ന്. തൃശൂരിൽ നടന്ന കലോത്സവത്തിൽ യേശുദാസ് ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു: ഗ്രേസ് മാർക്ക് നൽകുന്ന കീഴ്വഴക്കം നിർത്തണമെന്ന്. ആരും അത് കേട്ടതായി ഭാവിച്ചില്ല. ഗ്രേസ് മാർക്ക് നിർത്തിയാൽ കലാമേളയുടെ പേരിലുള്ള അനാവശ്യ ഇടപെടലുകൾ തനിയെ നിലയ്ക്കും. മുൻപ് വിദ്യാർത്ഥികളുടെ തലയെണ്ണാൻ പോലീസിനെ വിളിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്ന പശ്ചാത്തലം നാം മറക്കരുത്. കള്ളക്കളി അവസാനിപ്പിക്കാനായിരുന്നു ആ ഉത്തരവ്. കുറ്റമറ്റ രീതിയിൽ കലാമേള നടത്താൻ ഇനി പോലീസിനെ ചുമതലപ്പെടുത്തുകയാണ് വേണ്ടത്. പാലക്കാട് ഭക്ഷണശാലയിൽ പോലീസുകാർ ഭക്ഷണം വിളമ്പി. എന്തൊരു അച്ചടക്കം! കള്ളപ്പാസുകാരെയും പിടിച്ചു. അതൊരു മാതൃകയാണ്. അധ്യാപകർക്ക് പഠിപ്പിക്കാൻ സമയവും കിട്ടും. കൈയിട്ട് വാരലും നിലയ്ക്കും. മാണി സാറ് ബജറ്റ് അവതരിച്ചപ്പോൾ നാം കുറെ പ്രഖ്യാപനങ്ങൾ കേട്ടു. കർഷകർക്ക് ആനുകൂല്യങ്ങൾ, ഹൈടെക് കൃഷി, കാർഷിക വികസനം, കർഷകർക്ക് ഇൻഷുറൻസ്, അഗ്രി കാർഡ്, ജനക്ഷേമം, നല്ല പ്രഖ്യാപനങ്ങൾ. അതിന് ദാ വരുന്നു ഒരു പിടി നടുവൊടിക്കുന്ന നികുതികൾ. സാധാരണക്കാരൻ സ്വപ്നം കാണുന്ന ലോട്ടറിക്ക് പോലും വില കൂട്ടി. സാധാരണ കുടുംബങ്ങളെ രക്ഷിക്കണമെങ്കിൽ മദ്യത്തിന് വില കുറയ്ക്കണം, അല്ലെങ്കിൽ എല്ലാം മദ്യഷാപ്പിലിരിക്കും. അതല്ലെങ്കിൽ ഗുജറാത്തിലെ പോലെ മദ്യം കിട്ടാത്ത അവസ്ഥയുണ്ടാക്കണം. അതിനുള്ള നട്ടെല്ലുണ്ടോ? ബജറ്റിൽ തൃശൂരിന് എന്ത് കിട്ടി എന്ന് ചോദ്യം. മാണിസാർ പാടിയ മഹാഭാരതം ശ്ലോകം നമുക്ക് പാടി പഠിക്കാം. ചക്ഷുഷാ മനസ്സാ വാച കർമ്മണ ചതുർവിധം. കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും ജനങ്ങളെ സന്തുഷ്ടരാക്കുക. അങ്ങനെ മനപ്പായസം ഉണ്ണുക. ശുഭം. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. IG S ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് കമ്മീഷണർ ഹരിശങ്കർ അധ്യക്ഷനായിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ P പ്രകാശ് മുഖ്യാതിഥിയായി. സിനിമാ താരങ്ങളായ ബിജു മേനോൻ, സംയുക്ത വർമ്മ, ജയരാജ് വാര്യർ, ഗായകൻ ഫ്രാങ്കോ തുടങ്ങിയവർ സംസാരിച്ചു.
രാഷ്ട്രരക്ഷയ്ക്ക് സൌഹൃദത്തിന്റെ കരുതൽ എന്ന മുദ്രാവാക്യവുമായി SKSSF തൃശൂർ കോർപ്പറേഷൻ ഓഫീസ് പരിസരത്ത് മനുഷ്യജാലിക സംഘടിപ്പിച്ചു. മുൻ അംബാസിഡർ TP ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ കുഞ്ഞു മുഹമ്മദ് ഹാജി അധ്യക്ഷനായിരുന്നു. സയ്യിദ് ശിഹാബ് തങ്ങൾ, ഷറഫുദ്ദീൻ വെൺമനാട്, ഷമീർ അണ്ടത്തോട്, CH റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. പൂങ്കുന്നം സെന്റ് ജോസഫ് പള്ളിയുടെ ഒരു വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലൂർദ് കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് പുന്നൂലിപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA, കൌൺസിലർ പ്രൊഫസർ അന്നം ജോൺ, ഫാദർ പോൾ പൂവത്തിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. വൃക്കദാനം ചെയ്ത ഇടവക അംഗം റീത്ത ചെറിയാനെ ആദരിക്കൽ, കലാകായിക മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം എന്നിവ നടന്നു. തൃശൂർ മനോരമ ജംഗ്ഷന് സമീപം ഒഴിഞ്ഞപറമ്പിലെ പുല്ലിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. ശക്തമായ കാറ്റിലും കനത്ത ചൂടും കാരണം തീ പടർന്നു പിടിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ശക്തമായ കാറ്റിൽ പുക അന്തരീക്ഷത്തിൽ പടർന്നതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതത്തിന് നേരിയ തടസ്സം നേരിട്ടു. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ഒളരിക്കര ഗവൺമെന്റ് UP സ്കൂളിലെ നവതി ആഘോഷങ്ങൾക്ക് തുടക്കമായി. പൂർവ്വ വിദ്യാർത്ഥിനിയായ 95-കാരി പാറയിൽ പാറുകുട്ടിയമ്മ നവതി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തേറമ്പിൽ രാമകൃഷ്ണൻ MLA അധ്യക്ഷനായിരുന്നു. മേയർ രാജൻ ജെ പല്ലൻ മുഖ്യാതിഥിയായിരുന്നു. വിദ്യാഭ്യാസ അവാർഡ് ദാനം ഡെപ്യൂട്ടി മേയർ PV സരോജിനിയും വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം കൌൺസിലർ IP പോളും നിർവഹിച്ചു. തിരക്കഥാകൃത്ത് K ഗിരീഷ് കുമാർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രോഗ്രാം ജനറൽ കൺവീനറും കൌൺസിലറുമായ അഡ്വക്കേറ്റ് MK മുകുന്ദൻ, വിവിധ കമ്മിറ്റി ചെയർമാൻമാരും കൌൺസിലറുമായ K രാമനാഥൻ, വത്സല, ബാബുരാജ്, സുനന്ദ, ഗോപാലകൃഷ്ണൻ, PTA പ്രസിഡന്റ് MB ബിജു, പ്രധാനാധ്യാപിക R ഷീബ, മാതൃസംഘം PTA പ്രസിഡന്റ് സജിത ലൈജു, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ ഷാജു കുണ്ടോളി, KK വേലായുധൻ, TS രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഗാനമേളയും നടന്നു. 2015 ജനുവരി വരെ നവതി ആഘോഷ പരിപാടികൾ നീണ്ടുനിൽക്കും. ഇടവേള. തൃശൂരിന് പൊന്നിഴപ്പാകിയ സുവർണ പാരമ്പര്യം, പരിശുദ്ധ സ്വർണവും മികച്ച സേവനവുമായി ചിരിയങ്കണ്ടത്ത് ജ്വല്ലറി, EMO റോഡ്, തൃശൂർ. യൂത്തിനറിയാം ബെസ്റ്റ് യൂത്ത്ഫുൾ സർപ്രൈസസ്, shades and style, latest type fashion, lowest price attraction, Kalyan Silks, Stars Collection. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്. അനാഥരെയും അഗതികളെയും സംരക്ഷിക്കുന്നവർക്ക് സ്വർഗരാജ്യത്തിൽ എന്നോടൊപ്പം ചൂണ്ടുവിരലും നടുവിരലും പോലെയുള്ള സ്ഥാനമാണ് ലഭിക്കുക എന്ന നബിവചനം ഉൾക്കൊണ്ടാണ് പന്നിത്തടം കറപ്പം വീട്ടിൽ കബീർ വിവിധ മതസ്ഥരായ 13 പെൺകുട്ടികളെ മംഗല്യവതികളാക്കിയത്. ടെൽകോ ഇന്റർനാഷണൽ ഗ്രൂപ്പ് നിർമ്മിക്കുന്ന ടെൽകോൺ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിന്റെ ശിലാസ്ഥാപനത്തോടനുബന്ധിച്ചാണ് സമൂഹ വിവാഹം സംഘടിപ്പിച്ചത്. അനാഥരെയും അഗതികളെയും സംരക്ഷിക്കുന്നവർക്ക് സ്വർഗരാജ്യത്തിൽ എന്നോടൊപ്പം ചൂണ്ടുവിരലും നടുവിരലും പോലെയുള്ള സ്ഥാനമാണ് ലഭിക്കുക എന്ന നബിവചനം ഉൾക്കൊണ്ടാണ് പന്നിത്തടം കറപ്പം വീട്ടിൽ കബീർ വിവിധ മതസ്ഥരായ 13 പെൺകുട്ടികളെ മംഗല്യവതികളാക്കിയത്. കബീറിന്റെ മരണപ്പെട്ട പിതാവ് അബുവിന്റെ സ്മരണയ്ക്കായി സംഘടിപ്പിച്ച സമൂഹ വിവാഹം നാട് മുഴുവൻ ഒരു ഉത്സവം പോലെ ആഘോഷിച്ചു. ഓരോ പെൺകുട്ടിക്കും 10 പവന്റെ സ്വർണ്ണാഭരണങ്ങളും വിവാഹ വസ്ത്രവും നൽകിയാണ് കബീർ ഇവരെ വിവാഹം ചെയ്തു നൽകിയത്. വധൂവരന്മാരുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ വിശിഷ്ട അതിഥികൾക്കും നാട്ടുകാർക്കും വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. മുസ്ലിം വധൂവരന്മാരുടെ നിക്കാഹിന് കാർമ്മികത്വം വഹിച്ചത് പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങളും ഹാഫിൽ അഹമ്മദ് കബീർ ബാഘവിയുമാണ്. ഹിന്ദുമത വിശ്വാസികളായ വധൂവരന്മാരെ വരണമാല്യം നൽകി അനുഗ്രഹിച്ചത് IG-മാരായ P ഗോപിനാഥ്, ടോമിൻ തച്ചങ്കരി, DYSP TG വേണുഗോപാൽ എന്നിവരാണ്. ക്രിസ്ത്യൻ വധൂവരന്മാർ പള്ളിയിൽ കെട്ട് നടത്തിയാണ് ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത്. ബാബുയം പാലിശ്ശേരി MLA, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് കല്യാണി S നായർ, ഫാദർ ജോൺ ഐസക്, ഫാദർ ചാക്കോ ചെറുവത്തൂർ, UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, പന്നിത്തടം മഹല്ല് പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് ബാഘവി, മഹല്ല് സെക്രട്ടറി MS ബഷീർ, സിനിമാ താരം ഇന്ദ്രൻസ്, ഡോക്ടർ ശംഭു നമ്പൂതിരി, E ചന്ദ്രൻ, TK ശിവശങ്കരൻ, EP കമറുദ്ദീൻ, KK വത്സരാജ് തുടങ്ങി നിരവധി പ്രമുഖരാണ് നവദമ്പതികളെ ആശീർവദിക്കാൻ എത്തിയത്. കുന്നമ്പത്തുകാവ് ക്ഷേത്രം കോമരം നാരായണ പണിക്കർ, പന്നിത്തടം മദ്രസ അധ്യാപകൻ KA പരീദ് മുസ്ലിയാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ടെൽകോൺ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിന്റെ ശിലാസ്ഥാപന ചടങ്ങ് പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. തുടർച്ചയായി എല്ലാ വർഷവും സമൂഹ വിവാഹം സംഘടിപ്പിക്കാനാണ് കബീറിന്റെയും സഹോദരന്മാരുടെയും തീരുമാനം.
അറബി കല്യാണവും മൈസൂർ വിവാഹങ്ങളും ചൂടേറിയ ചർച്ചയ്ക്കും പ്രസ്താവനകൾക്കും മാത്രം വഴിയൊരുക്കുമ്പോൾ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലും വലിയ പുണ്യം മറ്റൊന്നില്ല എന്ന നബി തിരുമേനിയുടെ സന്ദേശം നെഞ്ചേറ്റിയ കബീറും സഹോദരന്മാരും സമൂഹത്തിൽ ഉത്തമ മാതൃകയാവുകയാണ്. TCV ന്യൂസ് എരുമപ്പെട്ടി. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ സംഘടിപ്പിച്ച റാലി വർണ്ണാഭമായി. കോർപ്പറേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി നഗരം ചുറ്റി വിദ്യാർത്ഥി കോർണറിൽ സമാപിച്ചു. മേയർ രാജൻ പല്ലൻ, ഡെപ്യൂട്ടി മേയർ PV സരോജിനി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൌൺസിലർമാർ എന്നിവർ റാലിയിൽ പങ്കെടുത്തു. ഗജവീരന്മാരും കുതിരകളും വാദ്യമേളങ്ങളും റാലിക്ക് മിഴിവേകി. വിദ്യാർത്ഥികൾ NCC, സ്കൌട്ട്, റോളർ സ്കേറ്റിംഗ്, ബാൻഡ് വാദ്യം, ശിങ്കാരിമേളം എന്നിവയും റാലിയിൽ അണിനിരന്നു. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ അതിരൂപത മതബോധന അധ്യാപകർക്കായി ഏർപ്പെടുത്തിയ അവാർഡുകൾ തൃശൂരിൽ വിതരണം ചെയ്തു. അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ പോൾ പുളിക്കൻ അധ്യക്ഷനായിരുന്നു. AM ജെയ്സൺ, വറീദ് തരകൻ, VM കൊച്ചപ്പൻ, ഫാദർ ഡൈസൺ മുണ്ടോപ്പുറം, ഡോക്ടർ ജിഫി മേക്കാട്ടുകുളം തുടങ്ങിയവർ സംസാരിച്ചു. 25 മുതൽ 50 വർഷം വരെ മതബോധന അധ്യാപകരായി സേവനം അനുഷ്ഠിച്ചവർക്ക് മാർപ്പാപ്പയുടെ അനുഗ്രഹ സർട്ടിഫിക്കറ്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. അതിരൂപതാ തലത്തിലെ 315ഓളം മത അധ്യാപകരെയാണ് അവാർഡ് നൽകി ആദരിച്ചത്. ഫെബ്രുവരി 2-ന് ശ്രീ രവിശങ്കർ തൃശൂരിൽ നടത്തുന്ന ആർട്ട് ഓഫ് ലിവിംഗ് കേരള സംഗമത്തിന്റെ ഭാഗമായി റിപ്പബ്ലിക് റാലി നടത്തി. യൂത്ത് ലീഡർഷിപ്പ് ട്രെയിനിംഗ് പ്രോഗ്രാം പ്രവർത്തകരാണ് സ്വരാജ് റൌണ്ടിൽ രാജ്യത്തിനായി 1 മണിക്കൂർ എന്ന മുദ്രാവാക്യമുയർത്തി റാലി നടത്തിയത്. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ നടത്തിയ റാലിയിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള നൂറുകണക്കിന് യുവതി-യുവാക്കൾ പങ്കെടുത്തു. സ്വാമി സദ്യോജാഥ, സ്വാമി ജ്യോതിർമയ, ഗിരിൻജി തുടങ്ങിയവർ നേതൃത്വം നൽകി. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി നെഹ്റു യുവകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ഗ്രാമ്യം 2014 സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ പരിസരത്ത് നടന്ന പരിപാടി മേയർ രാജൻ ജെ പല്ലൻ ഉദ്ഘാടനം ചെയ്തു. നാടൻപാട്ട് കലാകാരന്മാരെ ചടങ്ങിൽ അനുമോദിച്ചു. ആട്ടൂർ നാടൻ കലാസമിതിയുടെ സഹകരണത്തോടെ നടന്ന പരിപാടിയിൽ ചിയാനം ഗ്രീൻ വയലൻസ്, വെങ്കിടങ്ങ ശ്രീമുരുക കലാക്ഷേത്രം എന്നിവരുടെ നേതൃത്വത്തിൽ കലാവതരണം നടത്തി. ആട്ടൂർ അയ്യപ്പൻ നാടൻ കലാസമിതി പ്രസിഡന്റ് ബിജു ആട്ടൂർ, നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് കോർഡിനേറ്റർ ജെയിൻ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. അഖിലേന്ത്യാ വീരശൈവ മഹാസഭ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ പ്രതിഭാ പുരസ്കാര വിതരണവും ബോധവൽക്കരണ സെമിനാറും നടത്തി. മൊബൈൽ ഇന്റർനെറ്റ് ദുരുപയോഗം എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ സൈബർ സെൽ സിവിൽ പോലീസ് ഓഫീസർ നിഷാദ് വർഗീസ് ക്ലാസ് എടുത്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ ഇ രാജന സ്വീകരണം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പച്ചക്കറി വിപണിയിൽ വൻ കൊള്ള. ജില്ലയിലെത്തുമ്പോൾ പച്ചക്കറിക്ക് 10 ഇരട്ടി വരെ വില. TCV ഇൻവെസ്റ്റിഗേഷൻ. അനാവശ്യ വിവാദങ്ങളാണ് കേരളത്തിന്റെ വികസനത്തിന് തടസ്സമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. അഭ്യസ്തവിദ്യരായ യുവാക്കളെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞോ എന്ന് നാം പരിശോധിക്കണമെന്നും മന്ത്രി. ആയുർവേദ മേഖലയെ കൈയടക്കാൻ സ്വകാര്യ മേഖല ശ്രമിക്കുകയാണെന്ന് മന്ത്രി CN ബാലകൃഷ്ണൻ. കച്ചവട മനോഭാവത്തോടെ പലരും ഇന്ന് ആയുർവേദ രംഗത്തേക്ക് കടന്നുവരുന്നുണ്ട് എന്നും മന്ത്രി. ഫെബ്രുവരി 15 മുതൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരം ആരംഭിക്കും. ഭക്ഷ്യവകുപ്പ് മന്ത്രി റേഷൻ വ്യാപാരികൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം ഗ്രാമവാർത്തകൾ. നമസ്കാരം. ഗുഡ് മോർണിംഗ് തൃശൂർ നിങ്ങൾക്കായി സമർപ്പിച്ചത് ജോസ്കോ ഫാഷൻ ജുവലേഴ്സ്, ജോസ് അലൂക്കാസ് ആൻഡ് സൺസ്, അലൂക്കാസ് ജ്വല്ലറി.